ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് കിഡിലൻ സ്നാക്സ് റെസിപ്പിയാണ്. ബ്രെഡ് പോക്കറ്റ് ഷവർമ. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം എടുക്കുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ തൈരും ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല എങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അത് ചേർത്താൽ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ വിനേഗർ. ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഇല്ല എങ്കിൽ അതും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീമിന് പകരമായിട്ട് നമ്മൾ പാല് വാങ്ങിയിട്ട് ഫ്രീസറിലോട്ട് അതിൻ്റെ പാടൊക്കെ മാറ്റി വെക്കാറുണ്ട്. അധികം ആൾക്കാരും നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് പാലും ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ച് നമുക്കിത് ഉപയോഗിക്കാം. ഇനി ഇതിന് ആവശ്യമുള്ള മയോണൈസ് ഉണ്ടാക്കാം. മിക്സിയുടെ ജാറ് നന്നായിട്ട് തുടച്ചെടുക്കണം. ഇതിലേക്ക് 2 മുട്ടയും അതേപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കണം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് മാത്രം ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഒറിഗാനോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ്. 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇത്രയും ചേർത്തതിന് ശേഷം 15 സെക്കൻഡ് ഹൈ സ്പീഡിലൊന്ന് കറക്കിയെടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് വീണ്ടും ഒരു 15 സെക്കൻഡ് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും 1/4 കപ്പ് ഓയിൽ ചേർത്ത് വീണ്ടും 15 സെക്കൻഡ് അടിച്ചു കൊടുക്കണം. ഇങ്ങനെ 1 കപ്പ് ഓയിൽ തീരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് റിഫൈൻഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഫ്ലേവറുള്ള യാതൊരു ഓയിലും ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 15 സെക്കൻഡ് മാത്രം ഹൈ സ്പീഡിൽ അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ ബാച്ച് 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 15 സെക്കൻഡ് ബീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതേപോലെ 1 കപ്പ് ഓയിൽ തീരുന്നത് വരെ 15 സെക്കൻഡ് അടിച്ചതിന് ശേഷം 1 കപ്പ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1-2 ടീസ്പൂൺ വിനേഗറും കൂടി ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ലാസ്റ്റത്തെ ഓയിലും ഒഴിച്ച് 15 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്ത് 1-2 ടീസ്പൂൺ വിനേഗറും കൂടി ചേർത്ത് വീണ്ടും ഒരു 10-15 സെക്കൻഡ് നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഓയിൽ ചൂടാക്കിയതിന് ശേഷം നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുത്താൽ മതി. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ കുക്കായി കിട്ടിയിട്ടുണ്ട്. 2 ഭാഗവും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം. ഈ 10 മിനിറ്റിനകം കൊണ്ട് ഒരു 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ. എന്നാൽ അകമൊന്നും നന്നായിട്ട് ക്രിസ്പി ആവണ്ട, പുറം ഭാഗം മാത്രം ക്രിസ്പി ആയാൽ മതി. അകം നല്ല ജ്യൂസി ആവണം. ആ രീതിയിൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഷവർമ ഉണ്ടാക്കാൻ ആവശ്യമുള്ള മുട്ട ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2 മുട്ടയും 100 ml പാലും ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
കുരുമുളകും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് കലങ്ങി വരണം. അത്രത്തോളം നന്നായിട്ട് ബീറ്റാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 6 പീസ് ബ്രെഡാണ്. 2 പീസ് ബ്രെഡ് ഒന്നിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കട്ട് ചെയ്താൽ വേസ്റ്റും ആവില്ല. നമുക്കിത് പൊടിച്ചെടുക്കാനുണ്ട്. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 പീസ് ഒന്നിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതേപോലെയുള്ള 6 പീസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്താൽ അത് വേസ്റ്റായി പോകാനൊന്നുമില്ല. നമുക്കിത് പൊടിച്ചെടുത്തിട്ട് നമുക്കിത് മുക്കിയെടുക്കാനൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സൈഡ് ഭാഗമൊക്കെ നമുക്കൊരു മിക്സഡ് ജാർ തുടച്ചതിന് ശേഷം അതിലിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല നൈസ് പൗഡറായിട്ട് പൊടിക്കാൻ പാടില്ല. അല്പം ഒന്ന് തരിതരിപ്പോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ. വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് 1 ക്യാരറ്റ് നൈസായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അത്ര തന്നെ ക്യാബേജും വളരെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്ത പാത്രം അല്പം ചെറുതായി പോയി. മിക്സ് ചെയ്യാനെല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അല്പം വലിയ പാത്രം എടുത്താൽ നന്നായിട്ട് ഈസിയായിട്ട് മിക്സാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് മയോണൈസാണ്. മയോണൈസ് ഞാൻ അല്പം കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ മയോണൈസ് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഏകദേശം 1 കപ്പിനടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അത്രയും കൂടി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടിയിട്ട് മിക്സാക്കി എടുക്കണം. ചിക്കൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റുള്ളത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്രഷ് ചെയ്യാനൊന്നും പോയിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ പെപ്പർ പൗഡർ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മയോണൈസ് ചേർക്കുന്നുണ്ട് തന്നെ ഉപ്പ് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം മിക്സാക്കിയതിന് ശേഷം നോക്കണം, ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പെപ്പർ പൗഡർ ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. ഒറിഗാനോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. റെസ്റ്റോറൻറ്റ് ഫ്ലേവറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ അത് സാധാരണ ആരും ചേർത്ത് കൊടുക്കാറില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഒരു വലിയ പാത്രമാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ മിക്സാക്കി എടുക്കാൻ പറ്റും. മയോണൈസൊക്കെ ചില ആൾക്കാർ വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. മയോണൈസ് കൂടുതൽ ചേർത്താലാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ എങ്ങനെയും ഓൾറെഡി മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പിന്നെ വെറുതെ എന്തിനാണ് അതിനെടുത്ത് വെക്കുന്നത്? മുഴുവനും ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി. അതല്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് മയോണൈസ് ഉണ്ടെങ്കിൽ അത്രയും ചേർത്ത് ഉണ്ടാക്കാം. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റൊന്നും അതിന് കിട്ടിയെന്ന് വരില്ല. മിക്സ് റെഡിയാക്കി കഴിഞ്ഞ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് ചൂടാക്കി എടുക്കാം. മുട്ട വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം. ഇതിൻ്റെ പേപ്പറൊക്കെ അടിഭാഗത്ത് നിന്നിട്ടുണ്ടാവും. ഇനി 2 പീസ് ബ്രെഡ് ഒന്നിച്ചെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായിട്ട് ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതിൽ നന്നായിട്ട് പൊതിയണം. നന്നായിട്ട് പൊതിഞ്ഞാൽ മാത്രമേ കാണാൻ ഭംഗിയുണ്ടാവുകയുള്ളൂ. ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ ബ്രെഡ് ക്രംസൊക്കെ മുകളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ബ്രെഡ് കൂടുതൽ പൊടിഞ്ഞു പോയാലും നമുക്ക് ഈ കാണുന്നത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പം നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസിൽ ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഓയിൽ ചൂടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇത് ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. തീ വളരെ ചെറുതാക്കിയിട്ട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ഭാഗം മൊരിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം. വീണ്ടും മറ്റേ ഭാഗം കൂടി തിരിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ഫ്രൈ ചെയ്താൽ പുറം ഭാഗമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ ആദ്യത്തേത് ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടാമതും നമുക്കിതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു 3 പീസ് ബ്രെഡിനുള്ള മുട്ടയാണുള്ളത്.
അധികം ബ്രെഡ് പീസ് ഉണ്ടെങ്കിൽ അതേപോലെ മുട്ട ബാറ്ററും കൂടുതൽ ഉണ്ടാക്കണം. ഫില്ലിങ് കുറച്ച് കൂടുതലുണ്ടാവും. ഒരു 5 പീസ് ബ്രെഡിനുള്ള ഫില്ലിംഗ് ഒക്കെ ഉണ്ടാവും. നമുക്കിവിടെ 3 പീസിൽ നിന്ന് മതി. അതുകൊണ്ട് 3 പീസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പീസ് നന്നായിട്ട് ബ്രെഡൊക്കെ പൊതിഞ്ഞ് ഇതിനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യം ഓയിലിടുന്ന സമയത്തും ഓയിൽ കൂടുതൽ ചൂടുണ്ടാവാൻ പാടില്ല. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം മൊരിഞ്ഞാൽ നമുക്ക് മറ്റേ ഭാഗം ഫ്രൈ ചെയ്തെടുക്കണം. ആ ഭാഗം ഫ്രൈ ആയിക്കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചിട്ടെടുക്കണം. അങ്ങനെ 3ഓ 4ഓ പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്താൽ ഷവർമ അടിപൊളിയായിട്ട് കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീരാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കാൻ പാടില്ല. ആ കാര്യം മാത്രം ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഒരു പീസും കൂടി ഞാൻ ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം മുഴുവനും ഫ്രൈ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാറണം. ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് ചൂടാറി. ഇനി ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്രത്തോളം ഫില്ലിംഗ് പിടിക്കും അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കൂടുതൽ ഫില്ലിംഗ് വെച്ചാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പം ഞാൻ നന്നായിട്ട് മിക്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചിക്കനും അതേപോലെ തന്നെ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ ചിക്കൻ ഇല്ലാതെയും ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ്. ഇത് മുഴുവനായിട്ടും ഫില്ലിങ്ങൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ഇത് ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായിട്ട് വീർത്ത് പൊങ്ങിയിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ വന്നാൽ എന്നെ പേടിക്കേണ്ട. അതിൻ്റെ അകത്ത് നന്നായിട്ട് സ്പേസ് ഉണ്ടാവും. നല്ലപോലെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പോക്കറ്റ് ഷവർമ റെഡിയായി. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. മയോണൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഫ്രഷ് ക്രീമും ഞാൻ ഉണ്ടാക്കുന്നത് പറഞ്ഞു തന്നു. അതായത് പാൽപ്പാട എടുത്തിട്ട് അല്പം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഫ്രഷ് ക്രീമും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബൈ ബൈ.